ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു വെറൈറ്റി ചിക്കൻ റെസിപ്പി ആയിട്ടാട്ടോ, ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഗായ്സ് വന്നേക്കാം. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. നമ്മൾ ചിക്കൻ കഴുകിയിട്ട് നല്ലപോലെ വൃത്തിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് 2 സബോള, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതാണ് ആവശ്യമായിട്ട് വരുന്നത്. കുറേ സബോള ആവശ്യമില്ല. ആദ്യം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സബോള എത്രയും ചെറുതാക്കി അരിയാൻ പറ്റുന്ന അത്ര ആക്കി അരിയാം കേട്ടോ. നമ്മുടെ ഇവിടെ ക്രഷറിലാണ് എല്ലാതും ക്രഷ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ അതുപോലെ തന്നെ സബോള എല്ലാതും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ മസാലപ്പൊടി ഓൾറെഡി കൂട്ടാക്കി വെച്ചേക്കുന്നതാട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ ഗരം മസാലപ്പൊടി ചൂടാക്കി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മസാലപ്പൊടി കൂട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ചിക്കനേക്ക് ആവുന്ന രീതിയിൽ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്പി പിടിപ്പിക്കണം. നമ്മുടെ ചിക്കനേക്ക് വേണ്ട എല്ലാ ഐറ്റംസും നന്നായിട്ട് തിരുമ്പി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ ഈ ചട്ടി ഗ്യാസ് സ്റ്റവ് കത്തിച്ചിട്ട് നമുക്ക് നേരെ അടുപ്പത്തോട്ട് വെക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തീരെ വെള്ളം ഒഴിക്കൊന്നും വേണ്ട, മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. കണ്ട കുറച്ചായപ്പോൾ തന്നെ അത്യാവശ്യം ചിക്കനിൽ നിന്നുള്ള വെള്ളം നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് പെരട്ടാക്കി എടുക്കണം. നമ്മുടെ ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ, അതുപോലെ തന്നെ ഒരു വെറൈറ്റി ഡിഷും കൂടിയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ.